ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാത്രി 12 മണിയാകുമ്പോൾ നമ്മൾ ഒരു ടീമിന് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നുണ്ട്. സർപ്രൈസ് ആവോ ഇല്ലേ എന്നുള്ളതൊന്നും അറിയില്ല. ഞങ്ങളിത് പ്ലാൻ ചെയ്യുന്നതിനേക്കാളും മുമ്പായിട്ട് ജസ്റ്റ് അവരോട് കഴിഞ്ഞ വീക്കെൻഡിൽ ഞങ്ങൾ പുറത്തു പോയപ്പോഴേ വെറുതെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തിനോടാണ് ക്രൈസ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് എന്താ പറയുക, ബാഗോ ചെരുപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അവർ തമ്മിൽ എന്താ പറയുക ഇടി കൂടണുണ്ടായിരുന്നത്. ശരിക്കുള്ള എന്താ സംഭവം ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഷിക്കുവിനോട് പറഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഡ്രസ്സാണെങ്കിൽ സൈസും അവരുടെ ടേസ്റ്റും കാര്യങ്ങളും ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഷിക്കുവിനോട് പറഞ്ഞാൽ എന്നാൽ അവർ ഡ്രസ്സ് വാഷ് ചെയ്യാനിടും, അത് വാഷ് ചെയ്യാനിട്ട് ഡ്രൈ ചെയ്യാനിടുന്ന സ്ഥലത്ത് നിന്ന് 2 ഡ്രസ്സ് പൊക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഷിക്കു പറഞ്ഞാൽ വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട, ചിലപ്പോൾ കള്ളന്മാരായി മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഫെബ്രുവരി 13 ഞങ്ങൾ പോയിട്ട് എന്ത് ചെയ്ത്, ഫസ്റ്റ് സഹാറ സെൻറ്ററിൽ പോയി. അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചു. മുൻപ് ഇതേപോലെ ഞാൻ ഒരു ടീമിന് ഒരാൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അന്ന് ആ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചത് എല്ലാവരെക്കാട്ടിലും ബെസ്റ്റ് ഗിഫ്റ്റ് ആയിരിക്കണം, അത് അവർക്ക് യൂസ്ഫുൾ ആവണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അന്ന് ആ ഗിഫ്റ്റ് കൊടുത്തത്. പക്ഷേ അന്ന് അവർ കൊടുക്കുന്ന ടൈമിൽ തന്നെ എന്താ പറയുക, അവരത് ഒരു മുടക്കുന്ന രീതിക്കുള്ള ഒരു ഇത് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് വിഷമമായി. നമ്മൾ നല്ലത് ഉദ്ദേശിച്ച് കൊടുത്തതാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ ഇഷ്ടപ്പെടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. കാര്യങ്ങളും വാങ്ങാൻ പോണതിൻ്റെ വീഡിയോ, കേക്ക് വാങ്ങാൻ പോണതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട്. അപ്പോൾ ഡ്രസ്സ് എടുക്കാനായിട്ട് നേരെ സഹാറ സെൻറ്ററിലേക്കാണ് വന്നത്. അവിടെ ഏത് ഷോപ്പിൽ കയറുന്നു ഇങ്ങനെ തപ്പി നോക്കിയിരിക്കുന്ന ടൈമിലാണ് ഷിക്കു പറഞ്ഞത് എന്നാൽ നമുക്ക് എയറോ പോസ്റ്റലിൽ കയറാമെന്ന്. അങ്ങനെ ഷിക്കു ആണ് സെലക്ട് ചെയ്യണത്. അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുക്കുകയാണെങ്കിലും ഷിക്കു ആയിരിക്കും സെലക്ട് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കൂടുതലും ഒരേപോലെ ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ അവർക്കും അതേപോലെ തന്നെ ആക്കാം. ഇനിയിപ്പോൾ സൈസോ കളറോ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 14 ദിവസത്തിനുള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ചേഞ്ച് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ നെസ്റ്റോൾക്ക് പോയി കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. അവിടെ കുറേ വാലൻറ്റൈൻസ് ഡേയുടെ സ്പെഷ്യലായിട്ടുള്ള കുറേ കേക്കുകൾ അതിൻ്റെ ഉള്ളിലിരിക്കേണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വേറെ കേക്കാണ് വാങ്ങിയത്. അതിൻ്റെ ഇടയിൽ അവിടെ മറ്റേ ഡ്രീം കേക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സ്പൂണൊക്കെ വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഡ്രീം കേക്ക്. ഇതാണ് നമ്മളെ കേക്ക്. പിന്നെ നമുക്ക് നേരെ റൂമിൽ പോകാം. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങി വന്ന് കേക്കൊക്കെ വാങ്ങി വന്നിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി, ഞങ്ങളുടെ സ്പേസിൽ കൊണ്ടുപോയി ഞങ്ങൾ ഫ്രിഡ്ജിൽ കേക്ക് കൊണ്ടുപോയി വെച്ച് ഞങ്ങൾ റൂമിൽ വന്നിരുന്നപ്പോൾ ഷർമിത്ത വന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, അതെ നിങ്ങളെ ഷെൽഫിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ, ഫാസിൽക്കോട് പറയേണ്ട ബർത്ത്ഡേക്ക് സർപ്രൈസായി കൊടുക്കും. ആ ടൈമിൽ പെട്ടെന്ന് ഇയാളെന്താ വിചാരിച്ചേ, ഞാൻ പെട്ടെന്ന് വിചാരിച്ചേ ഞങ്ങളെ കേക്ക് കണ്ടിട്ട് നമ്മളോട് ചോദിക്കൂലേ, അതേപോലെ ഇതായി. പിന്നെയാണ് മനസ്സിലായത് മൂപ്പരാൾ പറഞ്ഞ ബർത്ത്ഡേക്ക് ഫാസിൽക്കാർക്ക് മൂപ്പരാൾ സർപ്രൈസ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് കത്തിയത്. കണ്ടിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് ഇതിൻ്റെ പിന്നാലെ കാണാം. അപ്പോൾ 12 മണി ആയിട്ടുണ്ട്. ആ ടൈമിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് റൂമിലേക്ക് കൊണ്ടുവരണമല്ലോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു ട്രിപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പതുക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഡൗട്ടുണ്ട്, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ആ ടൈമിൽ. എന്താ പറയാന്ന് ഫജിക്കന്നെ അറിയില്ല. അല്ല ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ആനിവേഴ്സറി. ഷർമിത്താക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് മുൻപേ എനിക്ക് തോന്നിയിരുന്നു. ഷർമിത്തയുടെ എക്സ്പ്രഷൻ എടുക്കും. ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞേക്ക് ഇങ്ങനെ ചെറിയൊരു കേക്കൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കാൻ. അതിനെങ്ങനെ ഫജി ഒരു എക്സൈറ്റ്മെന്റിലുള്ള രീതി ഒന്നുമില്ല. ഹാപ്പി ബർത്ത്ഡേ പെട്ടെന്ന് ഇവര് കണ്ടു
പറഞ്ഞാ പിന്നെ കാര്യമില്ലല്ലോ, അതിന് പെട്ടെന്ന് കൊണ്ടുവന്നത്. ഡിസ്കസ് ചെയ്യാൻ വിളിച്ചതാണ്. രണ്ടാളും ചെറിയൊരു രീതിയിൽ മുറിക്കാവാന്നുള്ള രീതിയിൽ ഇങ്ങനെ അവർക്ക് കൊടുക്കണം, എടുക്കേണ്ടത് എങ്ങനെ വാങ്ങണോ? എങ്ങനെയെങ്കിലും ഒക്കെ വാങ്ങി. ഹാപ്പി ബർത്ത്ഡേ ആനിവേഴ്സറി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ടും കൂടി കലക്കി സാമ്പാറും. എന്തവരീ കാണിക്കണേ? ഇവരുടെ ബർത്ത്ഡേ വാലന്റൈൻസ് ഡേ എല്ലാം കൂടി ഒരു കുഴിയിലാണ്. ആനിവേഴ്സറി ഒക്കെ കൂടി ഒരു കുഴിയിലാണ്. ഒന്നിലാണ്. നോ ഫസ്റ്റ് ഷർമിത്താക്ക്. ഞാൻ ഫജി ഷർമിത്താന്ന് വിളിച്ചു വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഷർമിത്താന്ന് വിളിക്കും. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബട്ടർ സ്കോച്ച് ആയിരുന്നു കേട്ടോ ഫ്ലേവർ. ആ ടൈമിൽ ഏത് ഫ്ലേവറാണെന്നൊന്നും നോക്കാൻ പറ്റിയില്ല, എല്ലാം ചട്ടപടേന്നായിരുന്നു. പിന്നെന്താ ഒരു കുഞ്ഞ് ഹാപ്പിനെസ്, ഭയങ്കര വലിയ സെലിബ്രേഷനല്ല, ഞങ്ങളേതായ രീതിക്കുള്ള ഒരു കുഞ്ഞ് ഹാപ്പിനെസ് ആയിരുന്നു. പിന്നെ വാലന്റൈൻസ് ഡേക്ക് പിന്നെ വേറൊരു സെപ്പറേറ്റ് കേക്ക് വാങ്ങിയില്ല. ബട്ടർ സ്കോച്ച് അത് അങ്ങനെ ഷർമിത്ത വാങ്ങിയ കേക്കും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഇവിടെ വെച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഞാന് ഓൾറെഡി കേക്ക് പോയി ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഷർമിത്ത എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ നിന്റെ ഫ്രിഡ്ജിൽ കേക്ക് വെച്ചു. അതല്ല, ഷർമിത്ത വന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ വിചാരിച്ചത്, കേക്ക് ഷർമിത്ത കണ്ടിട്ട് നമ്മൾ ആക്കണതായിരിക്കും വിചാരിച്ചില്ലേ? ഞാൻ മുറിക്ക് തുറന്നില്ലേ എന്തോരീ കാണിക്കുന്ന തുറക്കുന്ന ഇവരെ വേറെ നെക്സ്റ്റ് കൊളാക്കല്ലേ. എന്താ തോന്നുന്നു ഈ ബർത്ത്ഡേ ഇത് പറയടി ഇങ്ങനെ എന്താ പറയാ, ഇത് ഷർമിയുടെ വക എന്താ പറയാ, ഷർമിയുടെ വക ഫാസിലിന് സർപ്രൈസ് ആയിട്ട് കൊടുത്താൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ കണ്ടിരുന്നു ഓൾറെഡി. അപ്പോ അതിന്റെ മുന്നേ ഞങ്ങളെ പരിപാടി കഴിച്ചു. I feel very excited. ഓ പട്ടിഷോ എത്ര നേരം ഓള് എനിക്കൊന്നുമില്ല അല്ല കേട്ടല്ലേ, മനസ്സിലായി ഫാസിൽക്കാക്ക് എന്തോ ഉണ്ടെന്ന് മനസ്സിലായി. അല്ല ഓളിഞ്ഞ അങ്ങനെ ഓളങ്ങനെ ഓവറായിട്ട് പറയുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എനിക്ക് ഭാര്യ കവറും കൊണ്ട് വന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ത്രീ യു, ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. ആരെങ്കിലും ഒക്കെ കൊടുക്കും. കഴിക്കൂ, അവൻ കഴിക്കൂല. അവന് കേക്ക് ഓന്റെ പട്ടിച്ചോ അല്ലെങ്കിലുള്ള മധുരം തീറ്റണ ആള്. ആകതായിട്ടോ ഈ ബർത്ത്ഡേ ഉള്ള ആളല്ലേ കൊടുത്തു, ഞാനാണ് കൊടുത്തത്. വീഡിയോ എടുക്ക്, ഞാൻ എടുക്കും. ഞങ്ങളെ ആനിവേഴ്സറിയുടെ ഒരു ടീഷർട്ട് വേറെ ഒന്നുമില്ല. അത് സൈസ് ടു ബി ഫ്രാങ്ക് സൈസ് ശരിയായില്ലെങ്കിൽ
സൈസ് ശരിയായില്ലെങ്കിൽ ഞങ്ങൾ നോർമലി നാട്ടിൽ എല്ലാവർക്കും ചെയ്യാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. എന്നാലും ഇതന്നെ നമുക്ക് നമ്മളിവിടെ വന്നിട്ട് ഒരാൾക്ക് ഞങ്ങളധികം ഇവിടെ കമ്പനീസ് കുറവാണ് ശരി. ഒരു കമ്പനി ഞങ്ങൾ ഇതുവരെയായിട്ട് ഇങ്ങനെ ഒരു ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളെ വകായിരിക്കട്ടെ അത്രേ ഉള്ളൂ. പിന്നെ സൈസ് പറയും. ഇത് സൈസിന്റെ ഇത് 14 ദിവസം ഉണ്ട് ഇവിടെ എയറോപോസിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. 14 ദിവസത്തിന്റെ ഉള്ളിൽ മാറ്റാം. സൈസ് ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ല. ഇതിലേക്ക് മാറ്റിയാൽ മതി. എനിക്ക് പറയില്ല. ഓവറായിട്ട് പ്രതീക്ഷിക്കില്ലേ നമ്മളെ കുഞ്ഞ രീതിയിൽ. രണ്ടുപേർക്ക് ഒരേ കൊടുത്തിരിക്കണം. ഞങ്ങൾ അങ്ങനെ ഇടാറുണ്ട്. അപ്പൊ അതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ട. ഞങ്ങൾ സത്യം പറഞ്ഞത് ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചിരിക്കും. ഒരേപോലത്തെ ടീഷർട്ട് കിട്ടിയില്ല മറ്റേ അവിടുന്ന്. ഇത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചു. ഒന്ന് നോക്കിയേ. നിങ്ങളിതൊക്കെ കളറോ എന്തേലൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് പോയി മാറ്റാം. ദാഷിക്കിന്റെ ഏതോ 2 സൈസിന് എടുത്തേക്കണേ. അത് കറക്റ്റ് ആവുന്നില്ല. ആർക്കാ ലാർജ്? മീഡിയം എനിക്ക് മീഡിയം അതിലേറെ വേണ്ടി വരും. ലാർജ് അപ്പൊ ഷർമിക്ക ഇല്ലെങ്കിൽ അവിടെ സൈസ് മാറ്റാം. സൈസ് മാറ്റാം. ഇതുവരെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഒരു പീസ് കൊടുക്കും. ആനിവേഴ്സറി ഞങ്ങൾ ഇവിടെ ദുബായില് വന്ന ടൈമാണ്. അന്ന് ജോലിയൊന്നും ശരിയാവാതെ ഇല്ലാത്ത ടൈമില് അപ്പൊ എന്റെ എനിക്ക് എന്തോ ഒരു ഇത് അടിച്ചതാണ്. പിന്നെ എനിക്ക് ചിരി വരും പെട്ടെന്ന്. അതല്ല ഓളോട് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചെന്തോ ഇവരെന്താളും പ്ലാൻ ചെയ്യണ വിചാരിച്ചു. ചെറുതായിട്ടുണ്ട് ഇതിൻ്റെത്. ഞാൻ പറഞ്ഞ ഓല അവിടെ കൊണ്ടുവന്ന് വെച്ചിക്കണേ. ഇയാളൊന്ന് ചോദിച്ചില്ലേ ആരാ ഫ്രിഡ്ജിൽ എന്തോ വെച്ചേക്കണെന്ന്. ആ അപ്പണ്ടേ എനിക്ക് ചിരി വന്നെന്താന്നറിയോ? പിന്നെ ഇവിടെ പറഞ്ഞു എന്തോ സംശയം കേട്ടോ. പക്ഷെ വെറുതെ ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ലെങ്കിൽ എവിടെ ഇന്ന് വെച്ചില്ല. ഒരു നെസ്റ്റോടെ കവറുണ്ടില്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഇവിടെ ഷർമിത്ത വന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഓടി അങ്ങട്. ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ടാവോ? അങ്ങനെ പെട്ടെന്ന് ചിന്തിക്കില്ല. അപ്പൊ ഇന്നത്തേക്ക് എത്ര ഉള്ളൂ. ടാറ്റാ ടാറ്റാ. ഇതാണ് എന്റെ വൈൻഡപ്പ്. പിന്നെന്തിനാ ഭയങ്കര വൈൻഡപ്പ്. ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വെരി ടച്ച്. വാക്കുകളൊക്കെ പോയി. വെരി ഹാർട്ട് ടച്ചിങ്. ഞങ്ങളിങ്ങനെ ഒരുപോലത്തെ ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിച്ചു. ഞങ്ങൾ സത്യം പറഞ്ഞതാ ഇതേപോലെ ഡ്രസ് ഞങ്ങൾ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കരുത്. അപ്പോഴാണ് ഇതേപോലത്തെ ഒരേപോലത്തെ ഒരേപോലെ